ഒരോളം സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ സദാശിവം വന്നിരിക്കുന്നത്. അടിവരയിട്ട് പറയുന്നു, പാലക്കാട് വിജയിക്കുന്നത് UDF ആണ്. ഇനി പറ, ഞാൻ കേക്കട്ടെ. BJPക്ക് പാലക്കാട് നഗരസഭയിൽ മാത്രമേ മുൻതൂക്കമുള്ളൂ. തലകുത്തി ഇരുന്നാലും BJP ഒന്നാം സ്ഥാനത്തേക്ക് വരില്ല. നിങ്ങൾ എഴുതി വെച്ചോ, റിസൾട്ട് വരുമ്പോൾ ഒരു കാരണവശാലും BJP ജയിക്കില്ല. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നുണേ പറയൂ. ഇടതുപക്ഷം ഒന്നും കൂടെ മനസ്സ് വെച്ചാൽ അവർക്ക് വേണമെങ്കിൽ രണ്ടാം സ്ഥാനത്തെത്താം. ഒരു കാരണവശാലും UDF പാലക്കാട് തോക്കില്ല, ഏത് സ്ഥാനാർത്ഥി വന്നാൽ. ആര് നിന്നാലും ജയിച്ചു വരണം, ജയിപ്പിച്ചു വിടണമെന്ന് പറഞ്ഞു. ആര് നിന്നാലും അല്ല, നിന്നാൽ ജയിക്കുന്നവർ നിൽക്കാൻ വരണം. എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. ഒരു 27 പേർ അതിനകത്ത് വരണം. കേരളം ആര് ഭരിക്കണമെന്ന് ആ 27 പേർക്ക് ചേർന്നെടുക്കുന്ന ശക്തി, ആ ശക്തി സ്വീകരിക്കുന്നിടത്താണ് ഭാരതീയ ജനതാ പാർട്ടി അവരുടെ നിലപാട്, അവരുടെ ഭരണ നിലപാട് എല്ലാം ഇവിടെ ശക്തമായി സ്ഥാപിക്കാൻ പോകുന്നത്. ഞാൻ കൊണ്ടിട്ടേ പോകും. നിങ്ങൾ എനിക്ക് പാലക്കാട് തന്നോളൂ, ഈ കേരളം ഞങ്ങൾ ഇങ്ങെടുക്കും. ഉറച്ചു നോക്കാൻ വന്നവരൊക്കെ എവിടെ പോയി? മാതാവ് തലയ്ക്കടിയും കൊടുത്ത് പറഞ്ഞയച്ചു. അവിടേക്ക് കേരള സർക്കാർ ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അവിടുത്തെ മെഡിസിന് പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ചെയ്യാനുള്ള ഏർപ്പാട് ഞാൻ ആക്കിയിട്ടുണ്ട്. കുറച്ചു കാലമായിട്ട് കാണുന്ന ഒരു പ്രവണത, ഞാൻ ആരെങ്കിലും ഒന്ന് കെട്ടിപ്പിടിച്ച് 4 ലക്ഷം രൂപയ്ക്ക് ഒരു വീട് വെച്ച് തരാമെന്ന് പറഞ്ഞാൽ മതി, ചെയ്യണ്ട. അപ്പോഴേക്കും മന്ത്രിമാരെല്ലാം ഓടി അവിടെ എത്തും, ഞങ്ങൾ ചെയ്തോളാം. അതുമായിട്ട് എനിക്കിട്ടൊന്ന് വെച്ചതാണല്ലോ. പിന്നെ എവർക്കൊന്നും മറ്റേ നേതാവിൻ്റെ താങ്ങി അവിടെ വന്ന് പാർലമെന്റിൽ ഈ സർക്കസ് കാണിക്കാൻ ഒരവകാശവുമില്ല. ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാ? ഇത്രയൊക്കെ കൊടുത്താൽ പോരെ? പോരെ? നല്ലോണം കിട്ടിയോ? സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ. വണ്ടി കിട്ടോ